പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല മഴയാണ് കേട്ടോ. നല്ല മഴ. കേരളത്തിൽ മൊത്തം പരക്കെ മഴയാണെന്നാണ് എല്ലാവർക്കും റിപ്പോർട്ട്. അതുപോലെ തന്നെ നമ്മളവിടെ നല്ല മഴയുണ്ട്. പിന്നെ ഈ ബോഗൺവില്ലൊക്കെ പിന്നെ ആകെ നാശമായിട്ടുണ്ട്. മഴ കൂടുതലായതുകൊണ്ട് കേട്ടോ. മഴ ഇല്ലെങ്കിലും പ്രശ്നം, മഴ പെയ്താലും പ്രശ്നമാണല്ലോ. അപ്പോൾ വീഡിയോക്ക് കിടക്കുന്നതിൻ്റെ മുന്നേ നിങ്ങളെല്ലാവരും ഒന്ന് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയതായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ കാണുമ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ അടിയിലുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ അതിന് എല്ലാ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ടും കിട്ടും. അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് എടുക്കും ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ബോഗൺവില്ല കണ്ടില്ലേ, ഇന്നത്തെ പൂവൊക്കെ കഴിഞ്ഞ് പൂവൊക്കെ എന്നെ ചാടിയിട്ടുണ്ട് കേട്ടോ. പൂവ് ഇനിയിപ്പോൾ മഴ തുടർന്ന് നിൽക്കുകയാണെങ്കിൽ പൂവൊന്നും തൊടില്ല കേട്ടോ. സീസണ് തീർന്നു. ഇനിയിപ്പോൾ ഒരു കാത്തിരിപ്പേക്കാരം ഒരു പിന്നെ 4-5 മാസം കഴിഞ്ഞ് പിന്നെ പൂവിടുള്ളൂ. അതുവരെ നമ്മൾ ഈ ഇതിനുള്ള ചെടി നന്നാവാനുള്ള പിന്നെ വളമൊക്കെ ചെയ്ത് പൂവിടാൻ വേണ്ടി പിന്നെ നല്ല ആരോഗ്യത്തോടെ ചെടി നിർത്തുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. പിന്നെ ഇവിടെ അടീനിയം കണ്ടില്ല. അടീനിയം എന്ത് പിന്നെ മഴ പെയ്തപ്പോഴേ ആകെ തൂങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ഈ പൂവിൻ്റെ കനം കൊണ്ട് കേട്ടോ. പൂവ് നല്ല ഭാരമുണ്ട്. ഇത് കൊലയായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ പൂവിന് ഭാരം കൂടുതലാവുന്നത് കേട്ടോ. പിന്നെ ഈ തണ്ടൊന്നും അത്ര പിന്നെ സ്ട്രോങ് അല്ലല്ലോ. ദുർബലമായ തണ്ടുകളാണ് ഇതിനുള്ളത്. പിന്നെ ബലം കുറവാണ്. അപ്പോൾ ഈ പൂവും പിന്നെ ഇതൊക്കെ ആകുമ്പോഴത്തേനും ഇത് താങ്ങാനുള്ളൊരു ശേഷി അതിനില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ നിൽക്കുന്നത്. നമ്മൾ ഈ ഇലച്ചെടി മഞ്ഞ ഇലച്ചെടി നല്ല ഉഷാറായിട്ടുണ്ടാവുന്നുണ്ട്. ഇത് നമ്മളൊന്ന് വളമൊക്കെ ചെയ്ത് ഇങ്ങനെ വീണ്ടും അത് പിന്നെ അതിന് പിന്നെ ഇനിയിപ്പോൾ ഈ മഴ പെയ്യുമ്പോൾ ഇതിനുള്ള ഈ കളറ് പച്ചയും മഞ്ഞയായിട്ട് വരാം. മഴക്കാലമല്ലാത്ത സമയത്താണ് വെറും മഞ്ഞായിട്ട് ഈ ചെടി ഇങ്ങനെ നിൽക്കുന്നത്. പിന്നെ ഇത് നമ്മൾ ഒരു 4 ചെടി ഒന്നായിട്ടൊരു വലിയ ചട്ടിയിലാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. വലിയ പോട്ടിൽ വെക്കുമ്പോൾ നമുക്കത് കാണാൻ നല്ല ഭംഗിയുണ്ടാകും. വീടിൻ്റെ ഉമ്മറത്തൊക്കെ അത് വെക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. നമ്മൾ അടീനിയം നല്ല ഉഷാറായിട്ടുണ്ടാകുന്നുണ്ട്. അത് ഈ മഴത്തതിൻ്റെ ഇത് തൂങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ. ഇലഭാരം കൊണ്ടും പിന്നെ കായകൾ ഉണ്ടായിട്ട് കണ്ടില്ലേ. ഇതിന് നിറയെ പിന്നെ കായ ഇങ്ങനെ തൂങ്ങിയോണ്ടാണിത്. ഇത് കണ്ടോ, ഇത് ഫുള്ള് കായകളാണ് കേട്ടോ. അതുകൊണ്ട് ആ ഭാരം കൊണ്ടാണ് അതിൻ്റെ തണ്ട് താങ്ങാൻ പറ്റാതെ അത് തൂങ്ങിയിട്ടുള്ളത് കേട്ടോ. പിന്നെ പൂക്കളും പിന്നെ വരുമ്പോൾ അതിന് പിന്നെ അതിൻ്റെ ദുർബലമായ തണ്ട് പിന്നെ ഉണ്ടായതുകൊണ്ട് തൂങ്ങും കേട്ടോ. പിന്നെ ഇത് കണ്ടില്ലേ, ഇവിടെ ഇതിന്മേൽ 2 കായ ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ ഈ പശുക്കളൊക്കെ കൊമ്പിൻ്റെ മാതിരി വലിയ കൊമ്പിൻ്റെ മാതിരി ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു ഇലച്ചെടി പിന്നെ ഇങ്ങനെ ഉണ്ടാവുന്നുള്ളൂ. ഇപ്പോൾ പുതിയത് ഇല വരുമ്പോൾ അതിൻ്റെ കളറ് മാറിയിട്ടാണ് വരികയാണ് കേട്ടോ. ഈ വേനൽ നല്ല ഉണ്ടാകുമ്പോൾ വെറും മഞ്ഞ കളറായിട്ടാണ് ഉണ്ടാവുക. ഇതിന് വേണ്ടിയില്ല, ഈ ചെടിയൊക്കെ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. ഇത് പിന്നെ ഇപ്പോൾ ഇതിൻ്റെ ഈ ഇലഭാരം കൊണ്ട് ഇത് ഇങ്ങനെ തൂങ്ങുകയാണ് കേട്ടോ. അത് നമ്മൾ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ തൂങ്ങൽ മാറും. കണ്ടില്ലേ, ഇത് ഇലഭാരം കൊണ്ടാണ് ഈ തൂക്കം വരുന്നത്. അപ്പോൾ നമ്മളിത് ഒന്ന് വെള്ളം കുടഞ്ഞിട്ട് ഇതിൻ്റെ ആ തൂക്കം ഒന്ന് മാറ്റി കൊടുത്താൽ ഇപ്പോൾ കണ്ടില്ലേ ലെവലായല്ലോ. അങ്ങനെ ചെയ്താലാണ് ആ ഒരു ചെടിൻ്റെ ഭംഗി കിട്ടുന്നത്. കണ്ടില്ലേ, നല്ല ഭംഗിയാണ് ഇത് കാണാൻ. നിങ്ങൾ പിന്നെ ശ്രദ്ധിച്ച് നോക്കിയാൽ ഇത് നമ്മൾ ആകെ 2 പിന്നെ ഇതാണ് ഇതിൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. 2 പിന്നെ ഇത് ചെയ്തത്. അപ്പോൾ ഈ പുതിയ പിന്നെ 2 പിന്നെ കൊമ്പാണ് ഇതിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പുതിയത് പിന്നെ വരുന്ന ഇലകൾക്കൊക്കെ നല്ല പിന്നെ പുതിയ കളറാണ് കേട്ടോ. ഇതൊക്കെ ഈ വേനലിലുണ്ടായ ഇലകൾ ഇതൊക്കെ ചാടാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നാലും ഇത് ഒരു ഇല പോകുമ്പോൾ തന്നെ അതിന് വേറെ ഇലകൾ വരും കേട്ടോ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പല വർണ്ണങ്ങളാണ് ഇതിൻ്റെ ഈ ഇലക്ക് കേട്ടോ. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഇത് കണ്ടില്ലേ, നല്ലൊരു പിന്നെ ഡാർക്ക് റെഡാണ്.
അപ്പോൾ ഈ ചെടി ഇത് പിന്നെ നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. വേണ്ടില്ല, ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊരു പൂവിട്ട് നിൽക്കുന്ന മാതിരിയാണ് ഈ ഇലച്ചെടികൾ നമുക്ക് സമ്മാനിക്കുന്നത് കേട്ടോ. പിന്നെ അതായത് ബോഗൺവില്ലത് പിന്നെ അതിൻ്റെ മുൻപിൽ കാണിച്ചതാണ് കേട്ടോ. ഇത് റെഡ് പ്ലാന്റ് ആണ്. പിന്നെ ഈ റെഡ് പ്ലാന്റ് തണലത്ത് വെച്ചുകൊണ്ടാണ് അതിൻ്റെ ആ കളറ് നമുക്ക് ഉദ്ദേശിച്ച അത്ര കിട്ടാത്തത് കേട്ടോ. ഇതുണ്ടല്ലോ, ഇത് ഒരു മുല്ലൻ്റെ മാതിരി ഒരു പൂവാണിത് കേട്ടോ. അതിൻ്റെ ആ അടിഭാഗം വെള്ള കളറുമാണ്. പിന്നെ ഇവിടെ മുസാണ്ടുണ്ട്. ഈ ഭാഗത്ത് നമ്മൾ കൂടുതൽ വെയിലായതുകൊണ്ട് അത്ര ഒരു ഉഷാറായിട്ടില്ല ചെടികൾ കേട്ടോ. നമ്മൾ വളമൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ ഇതത്ര ഒരു ഇതായിട്ടില്ല. അതുപോലെ നമ്മൾ ഈ പൂച്ചെടിയൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ. കട്ട് ചെയ്തിങ്ങനെ ഒന്ന് പൂവിടാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഓർക്കിഡുമ്മ പൂവുണ്ടായിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടില്ല, ഓർക്കിഡ് നല്ല പൂവാണിത്. ഒരു കൊല പൂ ഇതിപ്പോൾ ഒരു 2-3 മാസമായിട്ടുണ്ടാവും. ഇതിങ്ങനെ നിൽക്കുന്നത് ഇനി ഒരു 1-2 മാസം നിൽക്കും. 3, 4, 5 മാസമൊക്കെ ചില ഓർക്കിഡ് നിൽക്കലുണ്ട് കേട്ടോ. ഓർക്കിഡുകളൊക്കെ പൂവിടാൻ തുടങ്ങണുള്ളൂ. അപ്പോൾ അത് നമ്മൾ ഈ മഴ അങ്ങനെ ആയതുകൊണ്ട് നമ്മളിപ്പോൾ നനച്ചിട്ടില്ല. അപ്പോൾ ഒരു 2 ദിവസം കൂടുമ്പോഴൊക്കെയാണ് നനയ്ക്കുന്നത്. അപ്പോൾ അത് നനയ്ക്കാത്തതിനുള്ള ക്ഷീണം ഇതിൻ്റെ ഇലക്കൊക്കെ കാണുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ബോഗൺവില്ല മഞ്ഞയാണ് കേട്ടത്. ഒക്കെ മഴ പെയ്തിട്ട് പറ്റ പിന്നെ നാശമായിട്ടുണ്ട് കേട്ടോ. മഴ ഈ ബോഗൺവില്ലയ്ക്ക് ഒരു വില്ലനാണ്. അതുകൊണ്ട് നമുക്ക് മഴ വരാതിരിക്കാനൊന്നും ആഗ്രഹിക്കാൻ പാടില്ല. നമുക്ക് മഴ കിട്ടുന്നു വേണം കേട്ടോ. ബോഗൺവില്ലൻ്റെ ആ ഒരു സീസൺ ആവോളം അത് അങ്ങനെ ഇതായിട്ട് വെക്കും. ഇത് കണ്ടില്ലേ, ഇവിടെ ഈ ഒരു മഞ്ഞ ഇതാണ് കേട്ടോ. ഇതിൻ്റെ ഈ പുറഭാഗത്തേക്കാണ് നല്ല പൂക്കളുള്ളത് കേട്ടോ. അത് ഞാനിങ്ങോട്ട് പുറത്തേക്ക് എടുത്ത് കാണിച്ചു തരാം. കണ്ടില്ലേ, ഇത് നമ്മളിങ്ങനെ ചുറ്റിങ്ങനെ അങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോവാണ് കേട്ടോ. അത് കാരണം അത് നമുക്ക് ചുറ്റിയിട്ട് ആ ഭാഗത്തോട്ട് അങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോയി നമുക്ക് ആ മതിൽമ കൂടി അങ്ങനെ പടർത്തി അവിടേക്ക് അങ്ങോട്ട് വിടാനുള്ളൊരു പരിപാടിയാണ് കേട്ടോ. നമ്മളത് ഇങ്ങനെ അതിൻ്റെ ഈ വള്ളി നമ്മളങ്ങനെ പിടിച്ച് പിന്നെ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ പിന്നെ അതങ്ങനെ ചുറ്റി വളർന്നങ്ങനെ ഉണ്ടായിക്കോളും. ഇത് പിന്നെ നല്ല പിന്നെ കാണാൻ ഭംഗിയുള്ളൊരു പൂവാണ്. നമുക്ക് കോളാമ്പിപ്പൂവ് ഇല്ലേ, കോളാമ്പിപ്പൂവിൻ്റെ അതേ ഒരു പിന്നെ ഇതാണിത്. നിറയെ പൂക്കളുണ്ട് കേട്ടോ ഇതിന്. ഒരു പിന്നെ നിറയെ പൂക്കളായിട്ട് ഇങ്ങനെ നിൽക്കുകയാണിത്. ഈ ഭാഗത്തും ഉണ്ട് കേട്ടോ. ഇത് ഫുള്ള് പിന്നെ പൂക്കൾ തന്നെയാണ്. ഇതിൻ്റെ നമ്മൾ ഈ പിന്നെ ഇത് വരുന്നതൊക്കെ നമ്മൾ ഈ ഉള്ളോട്ട് കൂടി അങ്ങനെ ഉൾഭാഗത്ത് കൂടി അങ്ങനെ പിന്നെ പടർത്തി വിടുക കേട്ടോ. എന്നാലാണ് നമുക്ക് പിന്നെ അതിൻ്റെ ആ ഭാഗത്തോട്ട് ഇങ്ങനെ പടർത്തി കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. പിന്നെ ഇത് ഈ മഴ ഇങ്ങനെ നനഞ്ഞുകൊണ്ട് നമുക്ക് ആവണുണ്ടോയെന്ന് അറിയില്ല. എന്തില്ല, ഇത് നമ്മളിങ്ങനെ ചുറ്റി കൊടുക്കുക. ചുറ്റിയിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് ഇങ്ങനെ ഇതാവട്ടെ. അത് അങ്ങനെ പടർത്തി കൊണ്ടുപോകും. അത് കണ്ടില്ലേ, ഇതിൻ്റെ ഈ മുകൾ ഭാഗത്ത് കൂടിയാണ് സൂര്യപ്രകാശം കൂടുതലുള്ള ഭാഗത്തേക്കാണല്ലോ ചെടികൾ വളരുക. അപ്പോൾ അത് അങ്ങോട്ട് വളരാതെ നമ്മൾ ഇതിൻ്റെ നെറ്റിൻ്റെ അടിയിൽ കൂടി അങ്ങനെ പടർത്തി കൊണ്ടുപോവുകയാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിതിങ്ങനെ ചുറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഭാഗത്തേക്ക് അങ്ങനെ കൊണ്ടുപോകാനുള്ളൊരു പരിപാടിയാണ്. ഇതൊക്കെ ഈ ഭാഗത്തൊക്കെ ഇതിങ്ങനെ ഉണ്ട് കേട്ടോ. നമുക്ക് പിന്നെ ഒന്നായിട്ടിങ്ങനെ പടർത്തി ഇങ്ങനെ എടുത്താൽ കാണാൻ നല്ലൊരു ഭംഗി തന്നെയാണ്. ഇത് കണ്ടില്ലേ, ഈ ഭാഗത്ത് ഇപ്പോൾ നമ്മൾ ഈ പൂക്കളിങ്ങനെ ഇത് നിറയെ പൂക്കളാണല്ലോ കണ്ടില്ലേ. പിന്നെ ഈ ഭാഗത്തേക്ക് ഉണ്ട് കേട്ടോ. ഈ ഭാഗത്തോട്ട് നമ്മൾ ആ സൈഡിലേക്ക് ഇങ്ങനെ കുറച്ച് ഇതിലിങ്ങനെ പടർത്തി വിടുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇത് നമുക്ക് പിന്നെ ആ ഭാഗത്തേക്കൊക്കെ ഇങ്ങനെ പടർത്തി വിടാം. അതിന് ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നത് ഈ ഒരൊറ്റ പിന്നെ
ഒരു കയറുമ്മലാണ് നമ്മൾ അങ്ങനെ ചെയ്തത് കേട്ടോ. ഇങ്ങനെ ഈ ഭാഗത്തേക്കുള്ള ഇതൊക്കെ നമ്മൾ ആ ഭാഗത്തേക്ക് ഇതിൻ്റെ സൈഡ് ആ ഭാഗത്തേക്ക് അങ്ങനെ പടർത്തി വിടാം. അത് സ്വാഭാവികമായിട്ട് അങ്ങനെ പടർന്നു പോട്ട് കണ്ടില്ലേ. ഇതൊക്കെ ഇപ്പോൾ ഇങ്ങനെ വളർന്ന് അങ്ങനെ പോവുകയാണ്. അപ്പോൾ നമ്മളിതിങ്ങനെ ആ ഭാഗത്തുനിന്ന് അയച്ചിട്ട് അതുവരെ അങ്ങനെ നീട്ടിക്കൊണ്ടുപോകാനുള്ളൊരു പരിപാടിയാണ് കേട്ടോ. എന്നാലാണിത് പിന്നെ നല്ല ഉഷാറായിട്ടുണ്ടാവുള്ളൂ. പിന്നെ ഈ ഒരു മഞ്ഞ ഇത് കണ്ടില്ലേ, ഇതിന്മേൽ നിറയെ പൂക്കളായിട്ടോ. ഇതിനൊക്കെ ഇപ്പോൾ വളം ചെയ്തിട്ടുള്ളൂ. പിന്നെ ഈ ഭാഗത്തുള്ള തൂക്കിയട്ടിയിലൊക്കെ നമ്മളിപ്പോൾ പുതിയതായിട്ട് ഇങ്ങോട്ട് ഈ ഭാഗത്തുനിന്ന് ഇവിടുന്ന് അങ്ങോട്ട് നമ്മളിപ്പോൾ പുതിയതായിട്ട് ചെയ്തതാണ് കേട്ടോ. ഇതൊക്കെ ഇപ്പോൾ പുതിയതായിട്ട് നമ്മൾ തൂക്കിയിട്ട് കൊടുത്തതാണ്. ഈ തൂക്കുചട്ടിയിലെന്ന് പറഞ്ഞാൽ തൂക്കുചട്ടി നമ്മൾ നല്ല വളം ഇട്ട് കൊടുക്കണം കേട്ടോ. കുറഞ്ഞ മണ്ണല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഇതിനുള്ള വളവും കെയറിങ് നമ്മൾ ചെയ്ത് കൊടുക്കണം വേണം. നമ്മളത് ചെയ്ത് വിട്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വളർച്ച ഒറ്റ മുരടിച്ച് പോകും കേട്ടോ. പിന്നെ ഒരു ഭംഗിയില്ലാത്ത ഒരു ചെടിയായി മാറും. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എപ്പോഴും ഇതിന് വളവും വെള്ളവും നമ്മൾ കുറഞ്ഞ മണ്ണ് ആയതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇവിടെ ഇതൊക്കെ ഇപ്പോൾ മഴ പെയ്തിട്ട് പിന്നെ ഈ ഇതൊക്കെ ഇങ്ങനെ മരം തൂങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം, എന്നാലും അത് അതിൻ്റെ ആ ഒരു ഉഷാറ് കിട്ടുള്ളൂ. അപ്പോൾ അത് ഇലഭാരം കൊണ്ട് ഇത് തൂങ്ങുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇത് കണ്ടില്ല, നമ്മൾ ഈ ബോഗൺവില്ല ഇത് നമുക്കിനി ഒന്ന് കെട്ടി ഒരു നല്ലൊരു ഇതാക്കി വളച്ച് ഉണ്ടാക്കേണ്ട ഒരു പിന്നെ വലിയൊരു മരമായിട്ട് ഇങ്ങനെ നിർത്തി ഉണ്ടാക്കാനാണ് കേട്ടോ. അതിൻ്റെ ഒരു വീഡിയോ ഞാനിനി എടുക്കുന്നുണ്ട്. നമുക്ക് എങ്ങനെ ഇത് ബോൺസായി രൂപത്തിലൊക്കെ ചുറ്റി വളഞ്ഞൊക്കെ ഉണ്ടാക്കാമെന്നുള്ളൊരു വീഡിയോ ഞാൻ വീണ്ടും ചെയ്യുന്നുണ്ട് കേട്ടോ. പുതിയൊരു വീഡിയോ കാത്തിരിക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ ഇതുമ്മ കണ്ടില്ല, ഈ ഒരു ചെടിമ നിറയെ പൂക്കളാണ് കേട്ടോ. അത് ഇങ്ങനെ ഞാനിതിന് പൂത്തിരി ചെടി എന്ന് പറയുന്നത്, പൂത്തിരി കത്തിക്കണ മാതിരിയാണ് നമുക്ക് ഈ ഒരു ചെടി ഫീൽ ചെയ്യട്ടോ. പിന്നെ ഇതിന് നമ്മളിങ്ങനെ വളം ചെയ്തപ്പോൾ ഒരു ചെറിയൊരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. ഇത് മഴ കൊണ്ട് ഇനി ശരിയാവും തോന്നും. പിന്നെ അതുപോലെ ഈ ഒരു ചെടി കണ്ടില്ല, അത് ചില ഭാഗത്തൊക്കെ വേലിച്ചെടിയായിട്ടും ഒക്കെ നിൽക്കുന്നുണ്ട്, പിന്നെ വളർത്തുന്നത് കാണലുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ ഭാഗത്ത് ബോഗൺവില്ല ഇപ്പോൾ അത് നല്ല പൂവുണ്ടായിട്ട് ഇങ്ങനെ ചെയ്യുന്നു കേട്ടോ. അപ്പോഴാണിത് പിന്നെ ഈ മഴ വന്നത് കേട്ടോ. ഇത് നമ്മളിനി ഇതൊക്കെ നമുക്ക് ഇങ്ങനെ ചുറ്റിയിട്ട് പിന്നെ ഒരു ബലപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളെ കുളം കണ്ടില്ലേ, കുളത്തിൻ്റെ സൈഡിൽ പിന്നെ ഈ പിന്നെ റെഡ് പ്ലാന്റ് ഉണ്ടല്ലോ, റെഡ് പ്ലാന്റ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ പിന്നെ എന്താ പറയുക, ഒരു പെട്ടെന്ന് കിട്ടണില്ല, സോറി, ആമ്പൽ കേട്ടോ. പിന്നെ ആമ്പലുമെന്ന് 4 പൂവാണ് ഉണ്ടായിട്ടുള്ളത് കേട്ടോ. അത് നമ്മൾ വലിയ കുളത്തിലാണ് 4 പൂവ്. ഞാനിപ്പോൾ പിന്നെ ഈ ഇതിൽ മീനിനൊക്കെ ഇപ്പോൾ തീറ്റ ഇട്ട് കൊടുത്ത് അവരിങ്ങനെ ഇപ്പോൾ വരണില്ല കേട്ടോ. നമ്മൾ രാവിലെ തന്നെ തീറ്റ ഇട്ട് കൊടുത്തെങ്കിലാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ വരുമ്പോഴാണ് ഒന്നായിട്ട് ഇങ്ങോട്ട് വരിക. അപ്പോൾ ഇപ്പം അത് വരണില്ല. കാരണം എന്ന് പറഞ്ഞാൽ തീറ്റൊക്കെ പിന്നെ കഴിച്ചിങ്ങനെ ആ ഒരു സന്തോഷത്തിൽ നിൽക്കുന്നതായതുകൊണ്ട് അവരിങ്ങനെ ഒളിച്ച് നിൽക്കുകയാണ്. ഈ ഭാഗത്തൊക്കെ പിന്നെ ഈ മോളി അങ്ങനത്തെ പിന്നെ മീനുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. വേണ്ടിയില്ല, അവിടെ മോളിയുണ്ട്. ഇവിടെ കോഴിക്കാർപ്പിനാണ് വലിയ പേടിയിട്ട്, നമ്മൾ പുതിയതായിട്ട് ഇപ്പോൾ ഇട്ടതാണ്. അവർ ഇങ്ങനെ പുറത്തേക്ക് വരണില്ല. നിങ്ങളെ കാണാൻ ഭംഗി പറഞ്ഞാൽ നമ്മൾ അത് പുറത്തോട്ട് ഇങ്ങനെ കൊണ്ട് വരുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ആ ഒരു ഭംഗി കിട്ടുള്ളൂ. ഇവിടെ ഒരു ഗോൾഡ് ഫിഷ് ഉണ്ട് കേട്ടോ. അതിങ്ങനെ പോയി ഗോൾഡ് ഫിഷ് നല്ല ഇണങ്ങണൊരു നാടാണ്. കോഴിക്കാർപ്പ് ഇണങ്ങണതാണ്, പക്ഷേ അവർക്ക് എന്താ ഒരു പേടിയാണ്. നമ്മൾ പുതിയ കൊടുന്നിട്ടിട്ടുള്ളൂ, ഇപ്പോൾ 2 ആഴ്ച ആയിട്ടുള്ളൂ. ഇണങ്ങി ഇങ്ങനെ വരും. ഇതൊരു ചെറിയ കുളമാണ് കേട്ടോ. ഇതിൽ നമ്മൾ മീൻ ഇടുന്നില്ല കേട്ടോ. മീനിടാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് വല പിന്നെ
പ്രശ്നമായിട്ട് നിൽക്കുന്നുണ്ട്. വലിയ വല ഇട്ട് കൊടുക്കണമെന്നുണ്ട്. അപ്പോൾ അതൊരു വലിയൊരു നമുക്കൊരു എത്ര മീറ്റർ, 5 മീറ്റർ നീളമുള്ളൊരു വല നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അത് ഏകദേശം ഒന്ന് ചെയ്യാനുള്ളൊരു പ്ലാനുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഉയർത്തി കെട്ടിയാൽ ഈ ജന്തുക്കളൊക്കെ വരുന്നത്, ഈ കൊക്കുകളൊക്കെ വന്ന് മീൻ പിടിച്ച് കൊണ്ടാതിരിക്കണം. അപ്പോൾ അങ്ങനെ ചെയ്യാനുള്ളൊരു തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്കൊരു വല നന്നായിട്ടൊരു ഷെഡ് പോലെ മുകളിൽ ഉയർത്തി കെട്ടണം കേട്ടോ. എന്നാലാണ് നമുക്ക് ഈ ഒരു ആമ്പലൊക്കെ നല്ല ഉഷാറായിട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ആമ്പലൊക്കെ അത് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് ഇങ്ങനെ അതിൻ്റെ പൂവൊന്നും വരില്ലല്ലോ. ഇതുണ്ടല്ലോ ഈ ഒരു ഇലച്ചെടി നല്ല ഭംഗിയാണ് കേട്ടോ. നമ്മൾ നിലത്താണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇടയ്ക്ക് ഇത് വെട്ടി കൊടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. വെട്ടി കൊടുക്കുമ്പോൾ നല്ല മഴയുള്ള സമയത്ത് ഇത് വെട്ടാൻ പാടില്ല കേട്ടോ. മഴ ഇല്ലാത്ത സമയത്താണ് നമ്മളിത് വെട്ടി കൊടുക്കേണ്ടത്. മഴത്ത് വെട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ കറ ഇങ്ങനെ ഒലിച്ച് പോയിട്ട് ആ ചെടിയാണ്ട് ഉണങ്ങിപ്പോകും കേട്ടോ. അപ്പോൾ ആ കറ അതിന്മേന്ന് നമ്മളിപ്പോൾ ബ്ലഡൊക്കെ ക്ലോട്ടാകാതെങ്ങനെ നമ്മളെ ശരീരത്തിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒഴുകിപ്പോയാൽ നമുക്ക് മരണം സംഭവിക്കണം. അതുപോലെ തന്നെ ചെടികൾക്കും ഈ നമ്മൾ എന്താ പറയുക, മഴത്ത് വെട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഉള്ളിലുള്ള ആ കറ ഇങ്ങനെ ഒലിച്ച് പോയിട്ട് ചെടി അങ്ങോട്ട് പറ്റ നശിച്ചു പോകും കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ചെടികളൊക്കെ വെട്ടി കൊടുക്കുമ്പോൾ മഴ ഇല്ലാത്ത സമയത്താണ് നമ്മൾ വെട്ടേണ്ടത്, നല്ല വെയിലുള്ള സമയത്ത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ നീട്ടിക്കൊണ്ടുപോകുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടിയിലുള്ള ബെല്ലൈക്കൺ അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ടും കിട്ടും. ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. അപ്പോൾ ഞാൻ ഈ വീഡിയോ നീട്ടിക്കൊണ്ടുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.